ഒരു സംഭവബഹുലമായ ഈദ് വെക്കേഷന് ശേഷം മടി പിടിച്ച് ക്ലാസ്സിലേക്ക് ഓടുന്ന ഞാനും നോളി മിസ്സുമാണ് ഇപ്പൊ ഈ ഫ്രെയിമില്. ഈ കഴിഞ്ഞ ഈദ് ഹോളിഡേസിന്റെ കഥകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഷോർട്സിൽ കണ്ട പോലെ ഡാൻസും പാട്ടും ഒക്കെ ആയുള്ള ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഈദ് സെലിബ്രേഷന്. ഡാൻസും പാട്ടും അതുപോലെ തന്നെ അയാഡ ഹോട്ടൽസ് സ്പോൺസർ ചെയ്ത നല്ല അടിപൊളി ഫയർ ഷോസും അവസാനം ഇവിടുത്തെ ദേശീയ വൃക്ഷമായ തെങ്ങിന്റെ ഓല കൊണ്ടൊരു ടവറൊക്കെ ഉണ്ടാക്കി അത് കത്തിച്ചു. ഏതാണ്ട് നമ്മുടെ നാട്ടിലെ സാന്റാക്ലോസിനെ കത്തിക്കണ പോലെയായിരുന്നു അതും. പിറ്റേ ദിവസം നല്ല ഉഷാറ് വടംവലി. ഇവിടുത്തെ പയ്യന്മാരുടെ ടീംസും ദത്തന്മാരുടെ ടീംസും ടീച്ചേഴ്സിന്റെ ടീമും ഒക്കെയായി നല്ല രസമായിരുന്നു കാണാൻ. എന്തായാലും തലേ ദിവസത്തെ നല്ല ഉഷാറ് വടംവലിയൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈവനിങ് ഐലൻഡിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. അത് ഓർഗനൈസ് ചെയ്തത് നമ്മുടെ ഐലൻഡ് ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ടീമും കൂടിയായിരുന്നു. ചെറിയ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെയായി കുട്ടികൾ ഒത്തിരി എൻജോയ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരെ നമ്മുടെ കൊച്ചു എയർപോർട്ടിലേക്ക്. ഇത് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അവിടേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പണി സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും എയർപോർട്ടിൽ നമ്മുടെ ഗസ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ അവരെയും കാത്ത് കുറെ നേരം എയർപോർട്ടിൽ എല്ലാരും കൂടെ കൂടി നാട്ടുകഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. മുൻപത്തെ ഷോർട്സിൽ പറഞ്ഞതുപോലെ മോൾഡീവിയനാണ് ഇവിടുത്തെ മെയിൻ കരിയർ. മാലേ തൊട്ട് ഫറസ് പോലെയുള്ള ഐലൻഡ്സിലേക്ക് കണക്ടിവിറ്റിക്ക് മോൾഡീവിയൻ പോലത്തെ കരിയേഴ്സ് ആണ് ഉള്ളത്. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഗസ്റ്റിന് കൊടുക്കുന്ന ഒരു ബൊക്കെയാണ് കേട്ടോ ഈ കുട്ടികളുടെ കയ്യിലുള്ളത്. ആരാ ഗസ്റ്റ് എന്നല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മാലിക്സ് ആണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈദിന്റെ ഗസ്റ്റ്. ഞങ്ങൾ കരുതി എല്ലാവരും മാലിക്സ് ആയിരിക്കുമെന്ന്, അതായത് എല്ലാവരും ലക്ഷദ്വീപ് നേറ്റീവ്സ് ആയിരിക്കുമെന്ന്. പക്ഷെ സംഭവിച്ചതോ നേരെ തിരിച്ച്. അവിടെ വെച്ചേ ഞങ്ങൾക്കൊരു മല്ലു 6th സെൻസ് അടിച്ചിരുന്നു കേട്ടോ. ഞങ്ങള് മലയാളികളാണെന്ന് അറിഞ്ഞപ്പം അവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ അവര് നല്ല ഗ്രാൻഡായി തന്നെ ഇവിടുത്തെ തനത് രീതിയിൽ റിസീവ് ചെയ്തു. വൈകുന്നേരം ഒരു ചെറിയ BBQ പാർട്ടിയും ഉണ്ട്. നല്ല ഫ്രഷ് മീനും ചിക്കന്റെ ബാർബിക്യൂവും അതുപോലെ തന്നെ ബ്രെഡും ഒക്കെ ആയിരുന്നു കോമ്പിനേഷൻ. പിന്നെ എന്തോ മുട്ടയോ ഉരുളക്കിഴങ്ങോ അങ്ങനെയൊക്കെ പുഴുങ്ങിയതും എല്ലാം കൂടിയായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അതുപോലെ തന്നെ ഈ ഐലൻഡിലെ എല്ലാ സീനിയർ സിറ്റിസൺസിനെയും ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങും ഈ ഈദ് ആഘോഷത്തോടനുബന്ധിച്ചുണ്ടായി. പിന്നെ അടുത്ത 2 ദിവസം രാത്രികളിലായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുടെ പാട്ടും ഡാൻസും മാജിക് ഷോസും ഒക്കെയായി ഒരു അടിപൊളി മെഗാ ഷോ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഒരു അടിപൊളി വെടിക്കെട്ടോടെ സംഭവം അങ്ങ് കളറായിട്ട് അവസാനിച്ചു. എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സും നഴ്സുമാരും എല്ലാവരും കൂടി അവർക്ക് വേണ്ടി ഒരു ഡിന്നർ പാർട്ടി ഹോസ്റ്റ് ചെയ്തു. വന്നപ്പോ മുതല് ഫ്രൈഡ് റൈസും മാത്രം കഴിച്ചിരുന്ന അവർക്ക് നമ്മുടെ ചോറും കറിയും ഒക്കെ കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു. അത് കണ്ടപ്പോ നമ്മളും ഹാപ്പിയായി കേട്ടോ. അങ്ങനെ സംഭവബഹുലമായ ഒരു മിനി വെക്കേഷനും തീർന്നു. ഇനി വീണ്ടും ക്ലാസ് മുറികളിലേക്ക്. ഇതുപോലത്തെ മോൾഡീവ്സ് ഐലൻഡ് വിശേഷങ്ങളും നല്ല യൂസ്ഫുൾ വീഡിയോസിനായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.